ഓം നമഃ ശിവായ. ഈയിടെയായിട്ട് മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നാരായണ ഗുരുദേവനെ ദൈവമായിട്ട് പൂജിക്കാമോ പാടില്ലയോ എന്നുള്ള വിഷയം. മനുഷ്യനെ ദൈവമാക്കുന്നത് ഏതോ മഹാപരാധം എന്നുള്ള നിലയ്ക്കാണ് മാധ്യമത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെപ്പറ്റിയും ഈശ്വര സങ്കല്പത്തെപ്പറ്റിയും ശരിയായ ഒരു കാഴ്ചപ്പാടുള്ളവരല്ല ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു ഭാഗം പ്രവർത്തകർ. അപ്പം അതുകൊണ്ട് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാതെ തന്നെയാണ് അവരോരോ പക്ഷം പിടിക്കുന്നതും ചർച്ചകൾ നയിക്കുന്നതും. അതുകൊണ്ട് ജനങ്ങൾക്കും അത് വളരെയധികം ചിന്താക്കുഴപ്പമുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, നമ്മുടെ ശാസ്ത്രങ്ങൾ അങ്ങനെ വിധിക്കുന്നുണ്ടോ, അതെങ്ങനെ മനുഷ്യനെങ്ങനെ ദൈവമാവും, ദൈവമല്ലേ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെങ്ങനെ സൃഷ്ടാവാകും, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും സാധാരണ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതത്തിൻ്റെ സംസ്കാരം ഋഷി പരമ്പരയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വളർന്നിട്ടുള്ളത്. നമ്മുടെ ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ ഉപനിഷത്തുകളാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇനി മറ്റേ വൈദ്യശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു, ശിഷ്യൻ സംശയങ്ങൾ ചോദിക്കുന്നു, വീണ്ടും ഗുരു അതിന് ഉത്തരം നൽകുന്നു. ആ രീതിയിലാണ് മിക്കവാറും നമ്മുടെ എല്ലാ ആധികാരിക ശാസ്ത്രഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത്. അപ്പം അനേക നൂറ്റാണ്ടുകളായിട്ട്, ആയിരത്താണ്ടുകളായിട്ട് ഈ ഗുരു പരമ്പര ഭാരതത്തിൽ അവിഛിന്നം നിലനിന്ന് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സംസ്കാരം പൂർണ്ണമായിട്ട് നശിച്ചു പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ഗുരുപരമ്പരയുടെ തുടർച്ചയാണ്. ലോകത്തിൽ അനേകം സംസ്കാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റും ഭാരതത്തിലെ പോലെ തന്നെ സമ്പന്നമായ ഒരു സംസ്കാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും എവിടെ അവശേഷിക്കുന്നില്ല. അതുപോലെ യൂറോപ്പിലും ഇന്ന് പാഗൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ, പ്രകൃതിയെ ആരാധിച്ചിരുന്ന, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ചരിത്രം അവരെ പ്രാകൃതന്മാരായി ചിത്രീകരിക്കുന്നെങ്കിലും അവരുടെ ജീവിതം കൂടുതൽ സമ്പന്നമായിരുന്നു, സാത്വികമായിരുന്നു, ശാന്തമായിരുന്നു. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ആനന്ദം അനുഭവിച്ചിരുന്നു, സംതൃപ്തരായിരുന്നു അവർ. ആ ജനവിഭാഗങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഭാരതത്തിൽ മാത്രമാണ് ഒരു പക്ഷേ ഇന്നും ഒരു പക്ഷേ 5000-10,000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ തുടർച്ച നിലനിന്ന് വരുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടം നമ്മൾ കണക്കാക്കുമ്പോൾ, ഗവേഷകന്മാർ കണക്കാക്കുമ്പോൾ പോലും 5000-ൽ പരം വർഷങ്ങളുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ വാക്കുകൾ ഇന്നും ഭാരതത്തിൽ ജനങ്ങൾ പിന്തുടരുന്നു. ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഭഗവാന്റെ ഉപദേശം, ഭഗവത്ഗീത ഇന്നും യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെടുന്നു. അതും ആധുനിക കാലത്ത് എങ്ങനെ ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോകാൻ പറ്റും, ഒരു കമ്പനി എങ്ങനെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റും, ഒരു കമ്പനി എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും, ഒരു കൂട്ടായ പ്രവൃത്തി എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും, ഒരു ക്രൈസിസ്, നമ്മുടെ ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ എങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും, ടെൻഷൻ എങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ അനേക വിഷയങ്ങളിൽ ഗീത നൽകുന്ന ഉൾക്കാഴ്ച പാശ്ചാത്യ ലോകം അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത്. അതേപോലെ യോഗ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു, ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഒരു നവോത്ഥാനമാണ്. സ്വാമി വിവേകാനന്ദനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 1.5 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നു, ഭാരതം വീണ്ടും അവളുടെ പഴയ മഹത്വത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കും, ലോകത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള സിംഹാസനത്തിൽ അവരോധിതരായി തീരും എന്ന് പ്രവചിച്ചിരുന്നു. അപ്പോൾ ഭാവിയെ കാണാൻ പറ്റുന്ന മഹാത്മാക്കൾ, മഹാമനീഷികൾ നമുക്കെന്നും ഉണ്ടായിട്ടുണ്ട്. അവരുടെ മാർഗദർശനമാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. നാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഇന്ന് വാസ്തവത്തിൽ അത് പ്രാവർത്തികമായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഉന്നമനം എങ്ങനെ വേണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് അന്നത്തെ വളരെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം
അത് ആവിഷ്കരിക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം അദ്ദേഹത്തെ ഈശ്വരനായിട്ട് ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ, ഒരു സമുദായ പരിഷ്കർത്താവായിട്ട് കണ്ടാൽ പോരെ എന്നുള്ളതാണ്. ഭാരതത്തിൽ മാത്രമാണ് ഈശ്വരനപ്പുറം ബ്രഹ്മം അല്ലെ പരമാത്മാവ് എന്നൊരു സങ്കല്പമുള്ളത്. മറ്റ് മതങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഒന്നും അങ്ങനെ സങ്കല്പം പോലും ഇല്ല. പരമാവധി അവരുടെ സങ്കല്പം എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ള ഈശ്വരൻ മാത്രമാണ്. പക്ഷേ ഭാരതത്തിൽ ഈശ്വരനപ്പുറമായിട്ടാണ് പരമാത്മാവിനെ അല്ലെ ബ്രഹ്മത്തെ സങ്കല്പിക്കുന്നത്, പരബ്രഹ്മത്തെ സങ്കല്പിക്കുന്നത്. അവിടെ ഞാനെന്നും നീ എന്നുള്ള ഭേദമില്ല, സൃഷ്ടിയെന്നും സൃഷ്ടാവെന്നുള്ള ഭേദമില്ല, കേവലം ഏകത്വം മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ നമുക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നും ആരുമില്ല. അപ്പോൾ ആ ഏകത്വത്തിൽ ഒരു സംഭാഷണമോ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല, കേവലമായ ശാന്തി, പൂർണ്ണമായ ആനന്ദം, അത് മാത്രമേ ഉള്ളൂ അവിടെ. ആ പൂർണ്ണത ഈ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ സൃഷ്ടിയെന്നും സൃഷ്ടാവാൻ രണ്ടായിട്ട് തിരിയുന്നു. ആ സൃഷ്ടിയുടെ ഭാഗമാണ് മനുഷ്യനെ നമ്മൾ കാണുന്നത്. ആ മനുഷ്യനുള്ളപ്പോൾ മാത്രമേ സൃഷ്ടാവ് എന്നൊരു സങ്കല്പമുള്ളൂ. അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആ തത്വം സാക്ഷാത്കരിച്ച ഒരാൾ, താൻ തന്നെ സ്വയം പരമാത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തി, ബോധതലത്തിൽ ആ മാറ്റം സംഭവിച്ചൊരു വ്യക്തി. ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഈ രണ്ട് ഭാവങ്ങളും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നു. ഒരേ സമയം മനുഷ്യനായിട്ട് ജീവിക്കാനും ഒരേ സമയം ഈശ്വരൻ്റെ എല്ലാ വൈഭവങ്ങളും ശക്തികളും ഉൾക്കൊള്ളാനും ആ വ്യക്തിക്ക് സാധിക്കും. കാരണം ആ ഒന്നിൽ നിന്നാണ് ഈ രണ്ടുണ്ടായത്. ആ ഒന്നിൻ്റെ തന്നെ ഭാവമാണ് ഈ രണ്ടെന്നുള്ളത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഭേദചിന്തകളുണ്ടോ? നമുക്കാർക്കും ഞാൻ ആണാണെന്നോ പെണ്ണാണെന്നോ സ്വാമിയാണെന്നോ ഗൃഹസ്ഥനാണെന്നോ ചിന്തയൊന്നും ആർക്കും ഇല്ല. അവിടെ താൻ എന്നൊരു വ്യക്തിയെ തന്നെ നമുക്ക് അറിയാനേ പറ്റുന്നില്ല. ആ വ്യക്തി അവിടെ പോയി നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം താൻ അവിടെ ഇല്ലാതായി തീർന്നു. താൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇല്ല. പ്രത്യേകിച്ച് ആ കേവല ചൈതന്യമല്ലാതെ മറ്റൊന്നും സുഷുപ്തിയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. അറിയാൻ വിഷയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. മറ്റൊന്നുണ്ടെങ്കിലേ നമുക്ക് അതിനെ ഒരു വിഷയമായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളിൽ നിന്നും ഭിന്നമായിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തിനെ അറിയാൻ പറ്റും? ഒന്നിനെ അറിയാൻ പറ്റത്തില്ല. അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വിഷയത്തെ, ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു പുറമേയുള്ള ദൃശ്യത്തെയാണ് നമ്മൾ എപ്പോഴും അറിഞ്ഞു എന്ന് പറയുന്നത്, കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ബഹിർമുഖമാണ്. ആ ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് ഗ്രഹിക്കുന്ന വിഷയങ്ങളും ബഹിർമുഖമാണ്. പുറമെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇരുട്ട് മുറി കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാൻ സാധിക്കും, നമുക്കൊന്നും അറിയാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ നിലനിൽപ്പിനെ പറ്റിയുള്ള ബോധം, താനുണ്ട് എന്നുള്ള ബോധം അപ്പോഴും ഉണ്ട് അവിടെ. അവിടെ സുഷുപ്തിയിലായിട്ട് താനുള്ള ബോധം പോലും ഇല്ല. അവിടെ കേവലം ആ ചൈതന്യമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഏകീഭവിച്ചിരിക്കുന്നു. പക്ഷെ ഉണർന്നു വരുമ്പോൾ ഞാനെന്നും നീ എന്നുള്ള ഭേദം വരുന്നു. ജീവനുള്ളത്, ജീവനില്ലാത്തത്, അങ്ങനെ പ്രപഞ്ചത്തെ നമ്മൾ പലതായിട്ട് കാണുന്നു. അപ്പോൾ ഈ നാനാത്വം മുഴുവൻ ഈ ഏകത്വത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. വീണ്ടും ഉറക്കത്തിൽ അതേ ഏകത്വത്തിൽ ലയിച്ചു ചേരുന്നു. നമ്മളെല്ലാ ദിവസവും നമ്മൾ ഈ പ്രക്രിയയിൽ കൂടെ കടന്നു പോവുകയാണ്. ഇത് വളരെ സുപരിചിതമായതുകൊണ്ട് നമ്മളിതിനെ തിരിച്ചറിയുന്നില്ല, ഇതിൻ്റെ മഹത്വം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ബോധതലത്തിലേക്ക് ഉയർന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തി ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ പോലും സാക്ഷിഭാവത്തിൽ കാണും. ആ കേവല ചൈതന്യത്തിൽ പ്രതിഷ്ഠിതനായ വ്യക്തിയെ സംബന്ധിച്ച് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ പോലും തന്നിൽ കൂടി കടന്നു പോകുന്നതായിട്ട് ആ വ്യക്തി കാണും. ആ പ്രപഞ്ചത്തിലെ സകല ദൃശ്യങ്ങളും തൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയാണ് ഒരു സിനിമ കാണുന്നത്. തിയേറ്ററിനകത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ലോകമുണ്ട്. അതിനകത്ത് കഥാപാത്രങ്ങളുണ്ട്, പ്രകൃതി പശ്ചാത്തലങ്ങൾ, വ്യത്യസ്തങ്ങളുടെ പശ്ചാത്തലങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നു. പക്ഷെ നമുക്കറിയാം ഇത് നമ്മുടെ മുമ്പിൽ നടക്കുന്നൊരു മായാ ദൃശ്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ അതില്ല. യഥാർത്ഥത്തിൽ സ്ക്രീനിൽ നമ്മൾ തീ കാണുമ്പോൾ നമ്മുടെ പുറത്ത് തീ പിടിക്കുന്നില്ല. സ്ക്രീനിൽ വലിയ വെള്ളപ്പൊക്കം കാണുമ്പോൾ ആ വെള്ളപ്പൊക്കം നമ്മൾ ഒഴിക്കൊണ്ട് പോകുന്നില്ല. അവിടെ നടക്കുന്ന കഥാപാത്രങ്ങളുടെ സുഖവും ദുഃഖവും എല്ലാം മിഥ്യയാണ്. അവിടെ കഥാപാത്രങ്ങൾ ചിരിക്കുന്നു, ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ ചിരിക്കാൻ സാധിച്ചെന്നിരിക്കും. ആ കഥാപാത്രങ്ങൾ കരയുമ്പോൾ നമ്മളും കരഞ്ഞെന്നിരിക്കും. പക്ഷേ നമുക്കറിയാം ഇത് മിഥ്യയാണ്, ഇത് നമ്മളെ ബാധിക്കുന്നില്ല. സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ അതേപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് ദൃഢബോധ്യം വന്നൊരു വ്യക്തിയാണ് ശരിക്കും ബ്രഹ്മജ്ഞാനിയായിട്ട് നമ്മൾ ഭാരതത്തിൽ ആദരിക്കപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നു. അതേസമയം ഈശ്വരൻ്റെ എല്ലാ ശക്തികളും ആ വ്യക്തിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കും.
ആ വ്യക്തിയിൽ കൂടെ എത്രത്തോളം അത് പ്രകടിപ്പിക്കപ്പെടുന്നു അതിന് ഭേദം ഉണ്ടായിരിക്കും. ഇപ്പോൾ രാമകൃഷ്ണദേവൻ ഉദാഹരണം പറയാറുണ്ട്, നമുക്ക് ഒരു നദി കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ സമുദ്രം കിടക്കണമെങ്കിൽ ഒരു വള്ളത്തിൽ കിടക്കാം, ഒരു ബോട്ടിൽ കിടക്കാം, കപ്പലിൽ കിടക്കാം. പക്ഷെ ഒരു കപ്പലിൻ്റെ വ്യത്യാസം എന്താണ്? കപ്പലിലാണെങ്കിൽ ഒരേ സമയം താൻ മാത്രമല്ല അക്കരെ കിടക്കുന്നത്, അനേകം പേരെ ഒന്നിച്ച് കടത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അനേകം പേരെ ഒന്നിച്ച് സംസാര സമുദ്രം കടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തികൾ, അല്ലെ തൻ്റെ കാലഘട്ടത്തിൽ അത്ര വലിയൊരു പരിവർത്തനം, യുഗപരിവർത്തനം സൃഷ്ടിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികളെ നമ്മൾ അവതാര പുരുഷന്മാരായിട്ട് കണക്കാക്കുന്നു. അവതാര പുരുഷന്മാരെന്ന് പറയുന്നതും ജ്ഞാനി എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും തത്വത്തിലൊന്ന് തന്നെയാണ്. തത്വത്തിൽ അവരെല്ലാം തന്നെ കേവല ചൈതന്യമാണ്, കേവല ചൈതന്യ സ്വരൂപികളാണ്. പക്ഷേ അതിൻ്റെ ശക്തിയുടെ പ്രകടനത്തിൽ വ്യത്യാസമുണ്ട്. ആ ശക്തിക്ക് എങ്ങനെയാണ് ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വാസ്തവത്തിൽ നാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം വരുത്തി വെച്ച വിപ്ലവം വളരെ വലുതാണ്. അദ്ദേഹത്തെ അവതാരം എന്ന് കാണുന്നതിലോ ഈശ്വരൻ എന്ന് ആരാധിക്കുന്നതിലോ ഭാരതീയ ദർശനം അനുസരിച്ചിട്ട്, ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ചിട്ട്, നാരായണ ഗുരുദേവൻ തന്നെ വളരെയധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള അദ്വൈത സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ട് ഒരു തെറ്റുമില്ല വാസ്തവത്തിൽ. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെല്ലാം വാചാലരാകാറുണ്ട്. നമുക്കെല്ലാവരും പറയാറുണ്ട് ഭാരതം വളരെ മഹത്തായ രാഷ്ട്രമാണ്, നമുക്കിവിടെ അനേകം ദർശനങ്ങളുണ്ടായിട്ടുണ്ട്, അനേക ഋഷിവര്യന്മാരുണ്ടായിട്ടുണ്ട്, നമ്മളെല്ലാവരും പറയാറുണ്ട് പൊതുവെ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു ദർശനം പോലും അതിൻ്റെ ശരിയായ രീതിയിൽ പഠിക്കുന്നില്ല. അങ്ങനെ പഠിക്കാത്തത് കൊണ്ട് പല ചോദ്യങ്ങളും നമുക്ക് നേരെ വരുമ്പോൾ നമുക്ക് അവയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങനെ പഠിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഹിന്ദുമതത്തെ സംബന്ധിച്ചുള്ള അങ്ങനെ പഠിക്കാനുള്ള സംവിധാനം വളരെ കുറവാണ്. അപൂർവം ചില ആശ്രമങ്ങളിൽ അവിടെ താമസിച്ച് പഠിക്കുന്നവർക്ക് മാത്രമേ ഒരുപക്ഷെ തുടർച്ചയായിട്ട് ഈ ഒരു പഠനം സാധ്യമാകുന്നുള്ളൂ. ബാക്കി ക്ഷേത്രങ്ങളിൽ പോയാൽ ആരാ പഠിപ്പിക്കാനുള്ളത്? ചില ക്ഷേത്രങ്ങളിൽ ഒരുപക്ഷെ ഒരു ഗീതാ ക്ലാസ്സോ വല്ലതും വല്ലപ്പോഴും നടക്കുന്നുണ്ടായിരിക്കും. അവർ കുറച്ച് മന്ത്രങ്ങൾ കാണാപ്പടം പഠിക്കും, ആ മന്ത്രങ്ങളുടെ ഒരു വാക്കുകളുടെ അർത്ഥം പഠിച്ചു വയ്ക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടത്തില്ല. ശരിക്കും അതിൻ്റെ ആഴത്തിലേക്ക് പോയാലേ നമുക്കത് പ്രയോജനപ്പെടുള്ളൂ. എൻ്റെ തത്വശാസ്ത്രം ശരിക്കും വ്യക്തമായാലേ പ്രയോജനപ്പെടുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് സ്കൂൾ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഈ സമയം MC² എന്നുള്ള ഫോർമുല നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതിനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്ന രാജ്യങ്ങളാണ് വാസ്തവത്തിൽ ആ ശക്തി സമ്പാദിക്കുന്നത്. അപ്പോൾ അതേപോലെ ആധ്യാത്മികതയുടെ സാങ്കേതിക വിദ്യ നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ സിദ്ധാന്തം മാത്രം പഠിച്ചാൽ വരെ. പുസ്തകത്തിൽ നമുക്കറിയാം നമ്മൾ ബ്രഹ്മമാണ്, നമ്മൾ ആത്മാവാണ്, പരമാത്മാവാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെല്ലാം ഏകമാണ്, ഒരേ ആത്മാവിൻ്റെ അനേക ഭേദങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഭേദങ്ങളില്ലാന്ന് നമ്മൾ പഠിക്കുന്നു. അത് പുസ്തകത്തിലുള്ള പഠനം മാത്രമേ ഉള്ളൂ. അതിനെ പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഗുരുപരമ്പര എന്ന് പറയുന്നത് ചരിത്രപരമായ പല വ്യക്തികൾ മാത്രമല്ല, നമ്മുടെ ഈ ചൈതന്യം അത് നിത്യമാണ്, ശാശ്വതമാണ്, എല്ലാ കാലത്തുള്ളതാണ്, ഈ വർത്തമാന നിമിഷത്തിലുള്ളതാണ്. പണ്ടൊന്നും ഉണ്ടായി പിന്നെ നശിച്ചു പോകുന്നൊന്നുമല്ല. ഇപ്പോൾ നാരായണ ഗുരുദേവൻ ഏത് തത്വം പ്രഖ്യാപിച്ചുവോ, ശ്രീകൃഷ്ണദേവൻ ഏത് തത്വം പ്രഖ്യാപിച്ചുവോ, അതേ തത്വത്തിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ജ്ഞാനിയും സാക്ഷാത്കരിക്കുന്നത്. നാരായണ ഗുരുദേവൻ എന്ത് പ്രവൃത്തി തുടങ്ങി വെച്ചോ അത് തന്നെയാണ് ഇന്ന് മാതാ അമൃതാനന്ദ ദേവി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിലൊരു ഭേദഭാവം നമ്മളൊരിക്കലും കാണാൻ പാടില്ല. നമ്മൾ ഗുരുക്കന്മാരുടെ ഇടയിൽ നാമം കൊണ്ട് അവർക്ക് ഭേദമുണ്ട്, അവരുടെ പ്രവർത്തന മേഖലകളിലും ഭേദമുണ്ട്, അവർ ജീവിച്ച കാലഘട്ടങ്ങൾ വ്യത്യാസമാണ്, അവരുടെ വാക്കുകൾക്ക് ഒരുപക്ഷെ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷെ തത്വത്തിൽ അവരെല്ലാവരും ഒരേ ചൈതന്യത്തിൻ്റെ തന്നെ വിവിധ ആവിഷ്കാരങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ അമ്മ, നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം അമ്മയെന്ന് വിളിക്കുന്ന അമൃതാനന്ദമയി ദേവി, അമ്മ വാസ്തവത്തിൽ ഇന്ന് വരെ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഗുരുപരമ്പരയുടെയും അവസാനത്തെ കണ്ണിയാണ്, നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നാരായണ ഗുരുദേവൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മളോടത്ത് എങ്ങനെ സംസാരിക്കുമായിരുന്നു? ശ്രീകൃഷ്ണദേവൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മോട് എന്ത് സംസാരിക്കുമായിരുന്നു? ശ്രീരാമൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നമ്മളെ നയിക്കുമായിരുന്നു? അതറിയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അമ്മയെപ്പോലും മഹാത്മാവിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. നമുക്ക് നാരായണ ഗുരുദേവനെ പൂജിക്കാൻ എളുപ്പമാണ്, ശ്രീകൃഷ്ണദേവനെ പൂജിക്കാൻ എളുപ്പമാണ്. കാരണം ശ്രീകൃഷ്ണനെ നമുക്ക് വിഗ്രഹമായിട്ട് വെച്ച് വയ്ക്കാം, നാരായണ ഗുരുദേവനെ നമുക്ക് ചിത്രങ്ങൾ വെച്ചോട്ട് പൂജിക്കാം. അദ്ദേഹം ഒന്നും ഇങ്ങോട്ടൊന്നും നമ്മൾ നിർദ്ദേശിക്കാനൊന്നും വരത്തില്ല, നിയന്ത്രിക്കാനൊന്നും വരത്തില്ല. നമുക്കറിയാമല്ലോ, ഭാഗവത്തിൽ പറയുന്ന ഒരു രംഗമുണ്ട്. ഒരു വിഷ്ണുപ്രീതിക്കായിട്ട് യജ്ഞം നടക്കുന്ന സമയത്ത് സാക്ഷാ ശ്രീകൃഷ്ണൻ, വിഷ്ണുവിൻ്റെ അവതാരം നമ്മൾ ഇന്ന് പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന ശ്രീകൃഷ്ണൻ,
അവിടെ പോയിട്ട് അല്പം ഭക്ഷണം ആവശ്യപ്പെടുന്നുണ്ട് യജ്ഞവേദി ചെന്നിട്ട്. പക്ഷെ അവിടെ ബ്രാഹ്മണൻ നിരസിക്കുകയാണ്. കാരണം ശ്രീകൃഷ്ണനിൽ വിഷ്ണുവിനെ കാണാൻ അവർക്ക് സാധിച്ചില്ല. ശ്രീകൃഷ്ണനെ ഒരു കേവല ഇടയിൽ പയ്യനായിട്ട് മാത്രം കണ്ടു. അതുപോലെ അമ്മയിൽ നമുക്ക് നാരായണ ഗുരുദേവനെ കാണാൻ സാധിക്കുമ്പോൾ മാത്രമേ, ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുമ്പോൾ മാത്രമേ, ശ്രീരാമനെ കാണാൻ സാധിക്കുമ്പോൾ മാത്രമേ ആ ഗുരുപരമ്പര എന്താണ് എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കൂ. കാരണം അവരുടെ തന്നെ സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് അമ്മ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നു, ആവിഷ്കരിക്കുന്നു. അവരെ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല. അമ്മയെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ട്, അമ്മയുടെ അടുത്ത് പോകാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പൂർവ്വ ആചാര്യന്മാർ പരിഹരിച്ചിട്ടില്ല. അമ്മ ഇന്നത് പരിഹരിക്കുന്നു. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക പരമാവധി. അതിനുള്ള അനുഗ്രഹം, അതിനുള്ള ഈശ്വര അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.